ഇന്ന് ലോക പരിസ്ഥിതി ദിനം വാരാഘോഷത്തിൻ്റെ ഭാഗമായി ശ്രീമൂലക്കാവ് അമ്പലത്തിൽ മേധാശ്രീദേവി കുമാരി മേധാശ്രീദേവി താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം അത് ഈ സാമൂഹിക വനവൽക്കരണം യജ്ഞം ആഘോഷിക്കുന്നതിൻ്റെ പങ്കുചേരാൻ സാധിച്ചതിൽ അതീവ സന്തുഷ്ടനാണ്. ഇന്നിവിടെ നടുന്ന കുമാരി മേധാശ്രീദേവി നട്ട മരം ഇംഗ്ലീഷിൽ ബനിയൻ ട്രീ എന്ന് വിളിക്കുന്ന ആൽമരമാണ്. ആൽമരത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്ന പോലെ അതിൻ്റെ താഴെ ബ്രഹ്മാവ്, മധ്യത്തിൽ വിഷ്ണു, മുകളിൽ ശിവൻ എന്ന ത്രിമൂർത്തികൾ അധിവസിക്കുന്ന ഒരു ഉത്തമ വൃക്ഷമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മീയ പാരമ്പര്യമായ പ്രാധാന്യം കൂടി, സാംസ്കാരിക പ്രാധാന്യം കൂടി ഈ ആൽമരത്തിനുണ്ട്. ആൽമരം സാധാരണ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന വൃക്ഷമാണ്. പകൽ സമയത്ത്, രാത്രി കാർബൺ ഡൈ ഓക്സൈഡും. ആൽമരത്തെ വൃക്ഷങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുള്ള പ്രധാന കാരണം തന്നെ ഈ മറ്റെല്ലാ വൃക്ഷങ്ങളും സൂര്യാസ്തമയത്തോടുകൂടി ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് നിർത്തുകയും പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം വിടുന്ന അവസരത്തിൽ ആൽമരം സന്ധ്യാസമയത്തും ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം അതുകൊണ്ട് തന്നെ ആൽമരത്തിന് പ്രഭാതത്തിൽ ആൽമരത്തിൻ്റെ ചുറ്റും പ്രഭാതത്തിൽ 7 പ്രദക്ഷിണവും രാത്രിയുടെ മുമ്പേ സന്ധ്യാസമയത്ത് കുറച്ചു നേരവും ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചിലവഴിച്ചാൽ ഓരോ വ്യക്തിയുടെയും ഊർജവും ആരോഗ്യസ്ഥിതിയും അത് വളരെയധികം കൂടും എന്നുള്ളതാണ് പറയുന്നത്. ഒരു ആൽമരത്തിൻ്റെ ആയുസ് സാധാരണ 2000 വർഷമാണ്. ഒരു മനുഷ്യജീവിയുടെ ആയുസ് വെറും 108 വർഷമായി നിജപ്പെട്ടിരിക്കുന്നു. ആ ഒരു അർത്ഥത്തിൽ ഒരു ആൽമരം സ്വന്തം ജീവിതത്തിൽ ഒരു പ്രാവശ്യം വച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ എത്രയോ മടങ്ങ് ലോകത്ത് മറ്റെല്ലാ ജീവികൾക്കും നൽകാൻ വസിക്കുവാൻ, നല്ല രീതിയിൽ സുഖവസിക്കുവാനുമുള്ള ഓക്സിജനും തണലും എല്ലാം നൽകുവാൻ നമ്മളാൽ ഒരു സഹായം ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ അനവധി ആയുർവേദ ശാസ്ത്രത്തിൽ അനവധി അസുഖങ്ങൾക്ക് ചികിത്സാവിധിയിൽ ആൽമരം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീരോഗങ്ങൾ, പ്രമേഹം, രക്താതിസമ്മർദ്ദം എന്നിവയ്ക്കെല്ലാം ആൽമരത്തിൻ്റെ തൊലിയും മറ്റും വളരെ വിശിഷ്ടമാണ്. അതുപോലെ എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച ബോധിവൃക്ഷം എന്ന് പറയുന്നത് സാക്ഷാൽ ആൽമരമാണ്. അതുപോലെ ഒരു പ്രളയകാലത്ത് ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആൽമരത്തിൽ കിടന്ന് സമുദ്രത്തിലൂടെ ഒഴുകി എന്നും പറയുന്നു. അത്രയും പ്രാധാന്യമുള്ള ഈ ആൽമരം വളരെയധികം ശ്രദ്ധയോടുകൂടി പരിപാലിപ്പിക്കേണ്ട ഒരു വൃക്ഷമാണ്. നന്ദി, നമസ്കാരം.